നമുക്ക് നമ്മൾ അഭിമാനത്തോടുകൂടി, നമുക്ക് അഭിമാനമല്ലേ വലുത്, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവസരം വേണ്ടാന്ന് വെക്കുക. നമുക്ക് ആവശ്യമുള്ളൂ, നമ്മളെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. നമുക്ക് വേറെ എന്തെല്ലാം ജോലി ചെയ്ത് ജീവിക്കാം, ഈ മേഖലയിൽ തന്നെ ജീവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇവിടെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഉണ്ട്. അതൊക്കെ ഇപ്പൊ തന്നെ യൂട്യൂബിൽ പലരുടെയും പേരുകൾ ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഞാൻ പോലും ഒരവസരത്തിൽ അഭിനയിക്കേണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പൊ ഞാനത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെയായ ഗണേശേട്ടനുമായിട്ട് സംസാരിച്ച്, ഗണേശേട്ടൻ എന്റെ ഫാദറാണ് കേട്ടോ ഗണേശനെ വിളിച്ച് പറഞ്ഞത്. ഗണേശ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവളിനെ അഭിനയിക്കുന്നില്ല എന്നാ പറയുന്നതെന്ന് പറഞ്ഞു. ഗണേശേട്ടനുമായിട്ട് ഞാൻ സംസാരിച്ചതിന് ശേഷം ഗണേശേട്ടൻ എനിക്ക് നല്ല ധൈര്യം തരികയും അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് തന്നെ ആ കാര്യത്തിൽ ഇടപെടുകയൊക്കെ ചെയ്തതാണ്. അതിനുശേഷം എനിക്ക് വലിയ ബുദ്ധി, പക്ഷെ സിനിമകളില്ല, അത് വേറെ കാര്യം. വല്ലപ്പോഴുമൊക്കെ ഓരോ സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴാണ് പിന്നെയും കുറച്ച് സജീവമായിട്ട് സിനിമകളിലേക്ക്, ആ പഴയ ആൾക്കാരുടെ സിനിമകളൊന്നുമല്ല, പുതിയ ആൾക്കാരുടെ സിനിമകളിലാണ് ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ കേട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ മുതൽ ഇവിടെ സ്കൂളിലെ കുറെ കാര്യങ്ങൾ, സ്കൂളിന്റെ കാര്യങ്ങളുമായിട്ട് ഞാനുണ്ടായിരുന്നു. ഞാനത് കേട്ടിട്ടില്ല. അതൊന്നും എനിക്കറിയില്ല. രാഷ്ട്രീയക്കാരിയായിട്ടോ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടോ അല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ സ്ത്രീകൾ, കലാകാരി എന്ന നിലയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്, സ്ത്രീകൾ പറഞ്ഞ പരാതിയുടെ പേരിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അല്ല, ഞങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷത്ത് പ്രവർത്തിക്കുന്ന വനിതാ സഖാക്കൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. നമുക്കിതിനൊരു സൊല്യൂഷൻ എന്താണ്, ഇതിനൊരു സൊല്യൂഷൻ കാണണ്ടേ എന്ന് സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ കൂട്ടായിട്ടിരുന്നൊന്ന് ആലോചിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനൊരു പരിഹാരം, അതായത് ഇനി ഒരു പരിഹാരം, ഇതിന് എന്താണ് വേണ്ടത്, സർക്കാർ ഏത് രീതിയിലാണ് ഇതിനകത്ത് ഇടപെടേണ്ടത്, സാംസ്കാരിക വകുപ്പ് ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ശ്രീമതി ടീച്ചറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ നേരിട്ടിരുന്ന് സംസാരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പറയും, ശക്തമായിട്ട് പറയും. സർക്കാർ അത് ചെയ്യും എന്ന് തന്നെയാണ് വിശ്വാസം. സാംസ്കാരിക വകുപ്പും അത് ചെയ്തു തരും എന്ന് തന്നെയാണ് ഞാൻ തുടക്കം മുതൽ പറയുന്നുണ്ട്. ഇടപെടണം സർക്കാരും സാംസ്കാരിക വകുപ്പും ഇനിയുള്ള കാര്യങ്ങളിൽ ശക്തമായിട്ട് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഒരു മാനദണ്ഡം, എല്ലാത്തിനും ഒരു ചിട്ടവട്ടം ഉണ്ടാക്കണം, അവരുടെ ഇടപെടലുകൾ ഉണ്ടാകണം. അത് കുറച്ച് നാളിന് മുമ്പ് തന്നെ ഞങ്ങൾ പറയുന്ന കാര്യമാണ്. അത് പരാതി കൊടുത്തില്ലെങ്കിൽ, എനിക്കതിന് നിയമവശമൊന്നും അറിയില്ല. പരാതി കൊടുത്തില്ലെങ്കിൽ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ പരാതി കൊടുക്കാതെ അവരൊരു കേസെടുത്തു, എന്റെ ഒരു ബൈറ്റോ ഒക്കെ വെച്ച് കേസെടുത്തു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞതെന്ന് പറഞ്ഞ് മാറിയാൽ എങ്ങനെയാ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നത്? വാദി പ്രതിയാവുന്ന അവസ്ഥ ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് കേട്ടോ, ഇത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പരാതി കൊടുക്കാൻ എന്തിനാണ് ഇവർ മടിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും ധൈര്യപൂർവ്വം ആ പെൺകുട്ടികൾ, പല പെൺകുട്ടികളും സോഷ്യൽ മീഡിയയിലൂടെ അവർ പ്രതികരിച്ചിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അവര് ലീഗലായിട്ട് പരാതി കൊടുക്കാൻ മടിക്കുന്നത്? അവർ മുമ്പോട്ട് വരണം, അവർ പരാതി കൊടുക്കണം. ഇനി ഏത് ഉന്നത സ്ഥാനത്തുള്ള ആൾക്കാരാണ് അവരോട് മോശമായിട്ട് പെരുമാറിയിട്ടുള്ളതെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കണം. അതിന് സർക്കാരും സാംസ്കാരിക വകുപ്പൊക്കെ കൂടെ നിൽക്കുമെന്നാണ് എന്റെ വിശ്വാസം.